ഉച്ചക്കലത്തെ ഊണിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടാന്ന്. അപ്പോൾ ഇന്ന് പൂരി മസാലക്കറിയാണ് കേട്ടോ. ഈ മസാലക്കറി ഹോട്ടലിൽ അതേ രുചിയിലാണ്. അപ്പോൾ അത് 5 മിനിറ്റിൽ പൂരി മസാലയുടെ കറി ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഹോട്ടലിലൊക്കെ ചെറുതായിട്ട് കുറച്ച് കടലമാവൊക്കെ ചേർക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പൂരിയൊക്കെ ആദ്യം പരത്തി വെക്കിട്ടോ. നമുക്കൊരു അളവുണ്ടല്ലോ എത്ര എണ്ണം വേണം. അതിന് ശേഷം ഓയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പൂരി മൈദയല്ല കേട്ടോ, ആട്ടയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരിക്കുള്ള എണ്ണ തിളച്ചു നോക്കാനായിട്ട് ചെറിയൊരു ബോൾ എടുത്തിട്ട് എണ്ണയിൽ ഇട്ട് നോക്കുക. പൊന്തി വരുന്നെങ്കിൽ എണ്ണ തിളച്ചു എന്നർത്ഥം. പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും കൈ പൊള്ളുന്ന പ്രശ്നം ഉണ്ടാവില്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ നല്ലോണം പൊന്തി വന്നു കഴിഞ്ഞാൽ ആയിട്ടുണ്ടെന്നാണ്. പിന്നെ അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ആ ബോൾസായിട്ട് ഇടുമ്പോൾ അതിൽ നിന്ന് അപ്പം തന്നെ വെള്ളം എടുത്തോളൂ കേട്ടോ. അതിലുണ്ടെങ്കിൽ ആ ബോൾ അതുകൊണ്ട് തന്നെ പിന്നെ കയ്യിലേക്ക് തെറിക്കൊന്നുമില്ല. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അതായത് നമ്മുടെ സാധാരണ നമ്മൾ നോർമൽ വാട്ടറിൽ ഉപ്പ് കൂട്ടി കുഴച്ചതാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിലൊന്ന് മുകളിലൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ നമുക്ക് നല്ല പൊന്തി വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടും കേട്ടോ. പിന്നെ ഉരുളൻകിഴങ്ങ് ഉള്ളിൽ വെച്ചിട്ടുള്ള പൂരി പാലപ്പൂരിയുടെയൊക്കെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വീഡിയോ കൊടുക്കാം കേട്ടോ, പിൻ ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ എല്ലാ പൂരി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിലേക്ക് ഒന്ന് എണ്ണ തെറിക്കാതെയുള്ള ഈ ടിപ്പ് ഉപയോഗിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല പൂരി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ ബാജി അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള പൂരി. വേറെ ഒന്നും നമ്മൾ റവയോ അരിപ്പൊടിയൊക്കെ പല്ലു ചേർക്കണമെന്നോ ഒന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ. നന്നായിട്ട് കുഴക്കുക, വെള്ളം ഒഴിച്ചിട്ട് ലാസ്റ്റിൽ കുറച്ച് ഓയിലും ചേർക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.